പുതിയ DGP തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 7 മണിക്ക് തന്നെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റിരിക്കുകയാണ്. ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരിലാണ്. ടിൻറ്റു, നമുക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ് റവാഡ് ചന്ദ്രശേഖർ. അദ്ദേഹം പക്ഷേ ആദ്യമായി അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ തലശ്ശേരിയിൽ നിന്നാണ് എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റുകഴിഞ്ഞു. ADGP H. വെങ്കടേഷാണ് പുതിയ പോലീസ് മേധാവിക്ക് ബാറ്റൺ കൈമാറിയത്. അതേസമയം റവാഡ ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തതിൽ CPM-ൽ ഭിന്നത രൂക്ഷമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് വെടിവയ്പ് P. ജയരാജൻ ഓർമ്മിപ്പിക്കുന്നു എന്നുകൂടി എടുത്തു പറയേണ്ടി വരും. DGP-യെ തിരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയമില്ല എന്ന് ഇടത് നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുമ്പോഴും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ശക്തമായി തന്നെ തുടരുകയാണ് ഈ ഒരു ഘട്ടത്തിലെന്ന് പറയേണ്ടി വരും. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവ് നൽകുന്ന ഉദ്യോഗസ്ഥനെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയായി, അതും ഇടത് സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുവരുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നു എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹം ദീർഘകാലമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ തലശ്ശേരി ASP ആയിട്ടാണ്. അത്തരമൊരു ബന്ധം കൂടി അദ്ദേഹത്തിന് കേരളത്തിനോട് ഉണ്ട് എന്നുകൂടി ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇന്ന് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി തിരികെ വരികയാണ്. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശി കൂടിയാണ് റവാഡ ചന്ദ്രശേഖർ. ടിൻറ്റു ദാസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻറ്റു, എപ്പോഴായിരിക്കും അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കുക? ബാറ്റൺ കൈമാറിയത് റവാഡ ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിൽ CPM-ൽ ഭിന്നത രൂക്ഷമാകുന്നൊരു സാഹചര്യം കൂടി ഒരു ഘട്ടത്തിലുണ്ട്. അദ്ദേഹം ചുമതല ഏറ്റു കഴിഞ്ഞതിന് ശേഷവും ഭിന്നത രൂക്ഷമായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് വെടിവയ്പ് P. ജയരാജൻ ഓർമ്മിപ്പിച്ചതിലൂടെ കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ കുറിച്ച് പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവ് നൽകുന്ന ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാന പോലീസ് മേധാവിയായി വരുന്നതിൽ അതൃപ്തി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ DGP-യെ തിരഞ്ഞെടുക്കുന്ന സർക്കാരാണ്, പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ഇടത് നേതാക്കൾ പറയുന്ന സാഹചര്യത്തിൽ പോലും ചില പരസ്യ പ്രതികരണങ്ങളിലൂടെ അവർ അവരുടെ അതൃപ്തി അറിയിക്കുന്നൊരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഇനി വരുന്ന മണിക്കൂറുകളിലും അത്തരം പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമെന്ന് വിചാരിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അവിടെ നടന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരിൽ നടക്കുകയാണ്. ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കും.